നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋതികയുമായി ദുബായിലേക്ക് പോവാൻ രാജു തയ്യാറാ. അളിയ ഇപ്പൊ അളിയ ഒന്നും ചാടിക്കറി പറയല്ലേ, എല്ലാം നമുക്ക് ശരിയാക്കാം. എങ്കിൽ സന്തോഷം, ഞാൻ അവനെ വിളിച്ചു പറയാം. പിന്നെ രണ്ടുപേരുടെ പേഴ്സണൽ ഡോക്യുമെന്റ്സും മാരേജ് സർട്ടിഫിക്കറ്റും വേണം. മാരേജ് സർട്ടിഫിക്കറ്റോ? അപ്പൊ എല്ലാം വേണുങ്ങളെ അറിയായിരുന്നു അല്ലേ? നിങ്ങൾ രണ്ടാളുടെയും വിവാഹം ശരിക്കും നടത്തി. രാജു ഋതിക മാഡത്തെ ഉപേക്ഷിക്കാത്ത വിധം രാജുവിനെ ഒന്ന് പൂട്ടാൻ അച്ഛനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പ്ലാൻ? അതൊക്കെ പറയാം. മേഡം മേഡം നമുക്ക് ഇറങ്ങാം. ഇറങ്ങാം. ഇറങ്ങാൻ തുടങ്ങാറുന്ന? അതേച്ചാ. അല്ല അങ്കിളെ, എന്താ ഈ വഴിക്കൊക്കെ? വേണുവിന് സുഖമില്ലായിരുന്നപ്പോ ആശുപത്രിയിൽ വന്നതല്ലാതെ നേരിട്ട് വന്ന് കാണാൻ സാധിച്ചില്ലല്ലോ. എങ്കിൽ ഈ വിദ്വാനെ നേരിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാ. ജംഗ്ഷനിൽ വന്നപ്പോ ആളവിടെ നിൽക്കുന്നു. എങ്കിൽ പിന്നെ ഇവിടെ വന്ന് രാധമ്മയുടെ കയ്യിൽ നിന്നൊരു ചായ കുടിക്കാന്ന് കരുതി. അങ്കിളെ, അച്ഛന് സുഖമില്ലാതായപ്പോ കൃത്യസമയത്ത് അങ്കിളെ സഹായിച്ച, അതിനെങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അങ്കിള് തന്ന 1,00,000 രൂപ എനിക്ക് കുറച്ച് സമയം തന്ന, കഴിയുന്നത്ര വേഗത്തില് ഞാനത് തിരിച്ചുതരാം. അത് ഞാനും വേണു തമ്മിലുള്ള ഇടപാടല്ലേ. രാജു അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയും ബുദ്ധിമുട്ടുകയും ഒന്നും വേണ്ട. എന്റെ സുഹൃത്തിന്റെ മകനെന്ന് വെച്ചാൽ എന്റെ മകന്റെ അതേ സ്ഥാനമാണ്. ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെ രാജുവിനോടൊരു കാര്യം ആവശ്യപ്പെടാനാ ഞാൻ വന്നത്. രാമകൃഷ്ണൻ ചേട്ടാ. കേട്ടോ രാധമേ, എന്റെ മക്കളൊക്കെ വിദേശത്താണെന്ന് അറിയാലോ. അറിയാം. അപ്പോ മൂത്തവന്റെ ദുബായിലെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വിശ്വസ്തനായ ഒരാളെ വേണമെന്ന് അവൻ എന്നോട് പറഞ്ഞു. രാമകൃഷ്ണൻ രാജുവിന്റെ കാര്യം മകനോട് പറഞ്ഞു. രാജുവിന് രാമകനും മരുവനും നന്നായിട്ട് അറിയാം. നിനക്കറിയില്ലടാ മനുവിന്? അറിയാം. പിന്നെ രാജുവിനെ ദുബായിലേക്ക് അയക്കാമെന്ന് ഞാൻ മകന് വാക്ക് കൊടുത്തു. ദുബായിയോ? ക്ഷമിക്കണം, നിങ്ങളോടുള്ള സ്വാതന്ത്ര്യം മുതലെടുത്തു എന്ന് വിചാരിക്കരുത്. വെറുതെ ഒരു മേൽനോട്ടക്കാരനായി, തുച്ഛമായ ഒരു ശമ്പളക്കാരനായിട്ടല്ല അവൻ രാജുവിനെ ദുബായിലേക്ക് ക്ഷണിക്കുന്നത്. 1,50,000 രൂപ മാസ ശമ്പളവും താമസവും മറ്റു ചിലവുകളും അവൻ നോക്കാൻ തയ്യാറാ. ഈശ്വര, അത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ രാജു. അതേളിയ, മാസ ചെലവും പോയിട്ട് ഇത്രയും വലിയ സാലറി എന്ന് പറഞ്ഞ അത് വലിയൊരു കാര്യമല്ലേ? അതെ. അല്ല, പക്ഷെ ഞാനങ്ങനെ ഒരു ജോലിയെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. മാത്രമല്ല, ഈ ഇലക്ഷൻ സമയത്ത് വർമ്മ സാറിനെ ഉപേക്ഷിച്ച്. രാജു, അതൊക്കെ അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനൊരു അവസരം ഉണ്ടായിട്ട് രാജു അത് നിരസിച്ചു എന്നറിഞ്ഞ അച്ഛന് ദേഷ്യമാവും. വേണു, ഞാൻ മകൻ ഈ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോ വിവാഹം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഫാമിലിയായി വന്നു നിന്ന് ജോലി ചെയ്യണമെന്ന് പറഞ്ഞപ്പോ നിങ്ങളോടൊന്നും അനുവാദം ചോദിക്കാതെ രാജു വരുമെന്ന് ഉറപ്പ് പറഞ്ഞുപോയി. ഇനി ഞാൻ എങ്ങനെ അവനോട് വാക്ക് മാറ്റി പറയും? ഫാമിലി ആയിട്ടോ? എന്താ ചെയ്തൊക്കെ? ഒരത്യാവശ്യ സമയത്ത് എന്റെ ആരോഗ്യനില മോശമായപ്പോ ആശുപത്രിയിൽ നേരിട്ട് വന്ന് സഹായിച്ച ആളെ രാമകൃഷ്ണൻ. ആ രാമകൃഷ്ണൻ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോ നീ അത് സമ്മതിക്കുന്നു ഞാൻ കരുതിയിടാ. അച്ഛാ, എടോ, ഇവിടെ ഞാൻ കാരണം നിങ്ങൾ അച്ഛനും മകനും തമ്മിൽ ഒരു പിണക്കം വേണ്ട. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കെ. മനുവിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. രാമകൃഷ്ണൻ ചേട്ടാ, അങ്ങനെ പിണങ്ങല്ലേ. രാജു, ഒന്ന് എന്താളിയ? വാ വാ പറയട്ടെ. രാജു, അദ്ദേഹം ഒരു വലിയ പ്രതിസന്ധി സമയത്ത് നമ്മളെ സഹായിച്ച ആളാണ്. പിന്നെ ഇപ്പോഴും അയാൾ നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തെ വിഷമിപ്പിച്ച അച്ഛന് വിഷമാവും. അച്ഛനെ വിഷമിപ്പിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? ഞാനിപ്പോ എന്താ വേണ്ടേ? രാജു ഒന്നും പറയണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. വാ വാ.
അച്ഛാ, ഋതികയുമായി ദുബായിലേക്ക് പോവാൻ രാജു തയ്യാറാ. ഏ, അളിയ, ഇപ്പൊ അളിയ ഒന്നും ചാടിക്കറി പറയല്ലേ, എല്ലാം നമുക്ക് ശരിയാക്കാം. എങ്കിൽ സന്തോഷം, ഞാൻ അവനെ വിളിച്ചു പറയാം. ആ പിന്നെ രണ്ടുപേരുടെ പേഴ്സണൽ ഡോക്യുമെന്റ്സും മാരേജ് സർട്ടിഫിക്കറ്റും വേണം. മാരേജ് സർട്ടിഫിക്കറ്റോ? അതെങ്കിലേ രാജുവിന്റെ ഋതിക മേഡത്തിന്റെ കല്യാണം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. അത് പ്രശ്നമല്ല. പഞ്ചായത്തിൽ ചെന്നാൽ ഒറ്റ ദിവസം കൊണ്ട് മാരേജ് രജിസ്റ്റർ ചെയ്യാം, സർട്ടിഫിക്കറ്റും വാങ്ങാം. മാരേജ് രജിസ്റ്റർ ചെയ്യാനോ? പിന്നെ വിവാഹം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യണ്ടേ അളിയ? ഏ, അളിയ, അച്ഛന്റെ ആരോഗ്യം നോക്കണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് കാണാം. ശ്ശെ, ഇതിപ്പോ വലിയ പുലിവാലായല്ലോ. രാമകൃഷ്ണൻ അങ്കിളാണെങ്കിൽ ഒരു ആപത്ത് സമയത്ത് ഉപകരിച്ച ആളായതുകൊണ്ട് വെറുപ്പിക്കാനും പറ്റില്ല. ഈ ദുബായി പോക്കും മാരേജ് രജിസ്ട്രേഷൻ ഒന്നും നടക്കില്ലെന്ന് എങ്ങനെ ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം? അയ്യോ, എന്റെ അമ്മ. ലതിക മേഡം നിന്നേ. എന്താ രാജു? എന്താ രാജുന്നോ? അവര് ദുബായി, ജോലി, മാരേജ് രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോ പറ്റില്ലെന്ന് പറഞ്ഞൂടായിരുന്നോ? അത് ഞാനാണോ രാജു പറയണ്ടേ? രാജുവിനോട് ആവശ്യപ്പെട്ട കാര്യം പറ്റൂ ഇല്ലയോന്ന് രാജു അല്ലേ പറയണ്ടേ? ഞാനാണോ? ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ മാഡം എന്തിനാ സൈലന്റ് ആയിട്ട് നിന്ന്? എന്നെ മാഡം കൂടി നിന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ മാഡത്തിന് ദുബായി പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ രാമകൃഷ്ണൻ അങ്കിളിനെ വെറുപ്പിക്കാതെ വളരെ സ്മൂത്ത് ആയിട്ട് ആ പ്രശ്നത്തിന് എനിക്ക് ഊരായിരുന്നല്ലോ. ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ഞാനാണെങ്കി ചെറുപ്പത്തിലെങ്ങാണ്ട് ചെറിയമ്മയോടും ചെറിയച്ചനൊപ്പം ദുബായിക്ക് പോയതാ. ദുബായ് ഇപ്പോഴേ പഴയതൂരൊന്നും അല്ല രാജു, ഒരുപാട് മാറി. നമുക്കൊന്ന് പോയി ദുബായ് ഒക്കെ കണ്ടിട്ട് വരാം രാജു. അതുകൊള്ള. അപ്പൊ മാഡത്തിന്റെ മനസ്സിലിരിപ്പും ഇതായിരുന്നു അല്ലേ? മാഡം, വർമ്മ സാറിന്റെ കൂടെയുള്ള DA ജോലി വേണ്ടാന്ന് വെച്ച് ഞാൻ എങ്ങനെ ദുബായി പോയി ജോലി ചെയ്യും? അതിന് അച്ഛന്റെ കൂടെ ജോലി ചെയ്തിട്ട് സാമ്പത്തികമായി രാജുവിന് നേട്ടമൊന്നും ഇല്ലല്ലോ. അച്ഛൻ തരുന്ന സാലറി അല്ലാതെ നയാ പൈസ രാജു അച്ഛൻ നിർബന്ധിച്ച് തന്നാലും അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങില്ല. ഇതിപ്പോ നല്ലൊരു ജോലി, നല്ല ഉയർന്ന സാലറി. നമുക്ക് ദുബായിക്ക് പോവാൻ രാജു. മാഡം നടക്കുന്ന കാര്യമല്ല ഉണ്ടെങ്കിൽ പറ. ദുബായിൽ പോയി ജോലി ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.